ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് ഏതാണ്? എ. അനുതപിക്കാത്ത നഗരങ്ങൾ. ബി. 72 പേരെ അയക്കുന്നു. സി. 72 പേർ മടങ്ങിയെത്തുന്നു. ഉത്തരം 72 പേരെ അയക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 40, ബി. 41, സി. 42. ഉത്തരം 42. 10-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യേശു എത്ര പേരെ തിരഞ്ഞെടുത്താണ് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി തനിക്ക് മുൻപേ അയച്ചത്? എ. 72 പേരെ, ബി. 12 പേരെ, സി. 2 പേരെ. ഉത്തരം 72 പേരെ. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയക്കാൻ 72 പേരെ തിരഞ്ഞെടുത്ത യേശു എത്ര പേരെ വീതമാണ് തനിക്ക് മുൻപേ അവിടേക്ക് അയച്ചത്? എ. ഓരോരുത്തരായി, ബി. ഈ 2 പേരായി, സി. ചിലരെ തിരഞ്ഞെടുത്തു. ഉത്തരം ഈ 2 പേരായി. സുവിശേഷ പ്രഘോഷണത്തിനായി 72 പേരെ തിരഞ്ഞെടുത്ത കർത്താവ് കൊയ്ത്ത് വളരെ ആണെങ്കിലും ചുരുക്കമാണെന്ന് പറയുന്നത് എന്താണ്? എ. പണിക്കാർ, ബി. വേലക്കാർ, സി. കൊയ്ത്തുകാർ. ഉത്തരം വേലക്കാർ. എന്തിന് വേലക്കാരെ അയക്കുവാൻ ആണ് പ്രാർത്ഥിക്കേണ്ടത്? എ. കൊയ്ത്തിന്, ബി. വിളവെടുപ്പിന്, സി. മുന്തിരിത്തോപ്പിലേക്ക്. ഉത്തരം കൊയ്ത്തിന്. 10-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സ്വർഗീയ പിതാവിന് നൽകപ്പെടുന്ന വിശേഷണം എന്താണ്? എ. കൊയ്ത്തിൻ്റെ നാഥൻ, ബി. സകലത്തിൻ്റെയും നാഥൻ, സി. വിളവിൻ്റെ നാഥൻ. ഉത്തരം കൊയ്ത്തിൻ്റെ നാഥൻ. കൊയ്ത്ത് വളരെ ആയതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ ആരോട് പ്രാർത്ഥിക്കാനാണ് കർത്താവായ യേശു ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നത്? എ. കൊയ്ത്തിൻ്റെ നാഥനോട്, ബി. സകലത്തിൻ്റെയും നാഥനോട്, സി. വിളവിൻ്റെ നാഥനോട്. ഉത്തരം കൊയ്ത്തിൻ്റെ നാഥനോട്. ദൈവരാജ്യ പ്രഘോഷണത്തിനായി 72 പേരെ തിരഞ്ഞെടുത്ത കർത്താവ് ആരുടെ ഇടയിലേക്കാണ് അവരെ അയക്കുക? എ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്, ബി. ചെന്നായ്ക്കളുടെ അടുത്തേക്ക്, സി. കുഞ്ഞാടുകളുടെ ഇടയിലേക്ക്. ഉത്തരം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്. സുവിശേഷ ദൗത്യവുമായി 72 പേർ അടങ്ങുന്ന ദൗത്യസംഘത്തെ തനിക്ക് മുൻപേ നിയോഗിക്കുന്ന കർത്താവ് അവർ കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശിക്കുന്നത് എന്താണ്? എ. 2 ഉടുപ്പ്, ബി. മടിശീല, സഞ്ചി, ചെരുപ്പ്, സി. വടി. ഉത്തരം മടിശീല, സഞ്ചി, ചെരുപ്പ്. വഴിയിൽ വെച്ച് എന്ത് ചെയ്യരുത് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? എ. കൂടെ കൂട്ടരുത്, ബി. അഭിനന്ദിക്കരുത്, സി. അഭിവാദനം ചെയ്യരുത്. ഉത്തരം അഭിവാദനം ചെയ്യരുത്. യേശുവിനാൽ അയക്കപ്പെടുന്ന 72 പേർ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീട്ടിന് ആദ്യമേ ആശംസിക്കേണ്ടത് എന്താണ്? എ. സ്നേഹം, ബി. സമാധാനം, സി. ശാന്തി. ഉത്തരം സമാധാനം. സുവിശേഷ പ്രഘോഷകർ പ്രവേശിക്കുന്ന വീടിന് ആശംസിക്കുന്ന സമാധാനം കുടികൊള്ളുന്നത് ആര് അവിടെ ഉണ്ടെങ്കിൽ ആണ്? എ. ദൈവത്തിൻ്റെ പുത്രൻ, ബി. സമാധാനത്തിൻ്റെ പുത്രൻ, സി. സമാധാനദാതാവ്. ഉത്തരം സമാധാനത്തിൻ്റെ പുത്രൻ. ആര് തൻ്റെ കൂലിക്ക് അർഹനാണെന്നാണ് യേശു പറയുക? എ. കൃഷിക്കാരൻ, ബി. വേലക്കാരൻ, സി. കൊയ്ത്തുകാരൻ. ഉത്തരം വേലക്കാരൻ. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് എവിടെ താമസിക്കുവാനാണ് യേശു പറഞ്ഞത്? എ. ആ വീട്ടിൽ തന്നെ, ബി. ആ പട്ടണത്തിൽ തന്നെ, സി. ആ നഗരത്തിൽ തന്നെ. ഉത്തരം ആ വീട്ടിൽ തന്നെ. ദൈവരാജ്യ പ്രഘോഷകർ അവർ പ്രവേശിക്കുന്ന നഗരത്തിലെ ആരെ സുഖപ്പെടുത്തണമെന്നാണ് യേശു കൽപ്പിക്കുന്നത്? എ. അവിടെയുള്ള രോഗികളെ, ബി. പിശാച് ബാധിതരെ, സി. അവിടെയുള്ള തളർവാദ രോഗികളെ. ഉത്തരം അവിടെയുള്ള രോഗികളെ.
യേശുവിനാൽ അയക്കപ്പെടുന്ന 72 പേർ പ്രവേശിക്കുന്ന നഗരത്തിലുള്ള രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവരെ എന്ത് സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്? എ. ദൈവരാജ്യം. ബി. സമാധാനം. സി. ദൈവഹിതം. ഉത്തരം ദൈവരാജ്യം. ശിഷ്യന്മാരെ ഏതെങ്കിലും നഗരത്തിൽ ഉള്ളവർ സ്വീകരിക്കാതിരുന്നാൽ അവർ ഇറങ്ങി നിൽക്കേണ്ടത് എവിടെയാണ്? എ. പട്ടണത്തിൽ. ബി. തെരുവിൽ. സി. നഗരത്തിൽ. ഉത്തരം തെരുവിൽ. തങ്ങളെ സ്വീകരിക്കാത്ത നഗരത്തിൽ ഉള്ളവർക്കെതിരെ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് എവിടെ പറ്റിയിട്ടുള്ള പൊടി പോലും തട്ടിക്കളയണമെന്നാണ് ശിഷ്യന്മാർ പറയേണ്ടത്. എ. ശരീരത്തിലെ. ബി. കൈകളിലെ. സി. കാലുകളിലെ. ഉത്തരം കാലുകളിലെ. 72 പേരെ അയക്കുന്ന കാര്യം വിവരിക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ലൂക്ക എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? എ. 3 തവണ. ബി. 2 തവണ. സി. 4 തവണ. ഉത്തരം 2 തവണ. വിധിദിനത്തിൽ ദൈവരാജ്യ പ്രഘോഷകരെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കുമെന്ന് യേശു പ്രതിപാദിക്കുന്ന പ്രദേശം? എ. ഗൊമോറ. ബി. സോദോം. സി. കൊറാസീൻ. ഉത്തരം സോദോം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അനുതപിക്കാത്ത നഗരങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? എ. ഗൊമോറ, സോദോം. ബി. കൊറാസിൻ, ബെത്സയിദ, കഫർനാം. സി. ടയർ, സീദോൻ. ഉത്തരം കൊറാസിൻ, ബെത്സയിദ, കഫർനാം. അനുതപിക്കാത്ത നഗരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ യേശു ഏതൊക്കെ നഗരങ്ങൾക്കാണ് ദുരിതം എന്ന് പറയുന്നത്? എ. ടയർ, സീദോൻ. ബി. ഗൊമോറ, സോദോം. സി. കൊറാസിൻ, ബെത്സയിദ. ഉത്തരം കൊറാസിൻ, ബെത്സയിദ. കൊറാസിൻ, ബെത്സയിദ എന്നിവിടങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നു എങ്കിൽ ആണ് അവ പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നു എന്ന് യേശു വ്യക്തമാക്കുന്നത്? എ. ടയർ, സീദോൻ. ബി. ഗൊമോറ, സോദോം. സി. കൊറാസിൻ, ബെത്സയിദ. ഉത്തരം ടയർ, സീദോൻ. വിധിദിനത്തിൽ ടയറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി ഏത് പട്ടണങ്ങളുടേതിനേക്കാളുമാണ് സഹനീയമായിരിക്കുന്നത്? എ. ഗൊമോറ, സോദോം. ബി. കൊറാസിൻ, ബെത്സയിദ. സി. കഫർനാം. ഉത്തരം കൊറാസിൻ, ബെത്സയിദ. നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുന്ന പട്ടണം? എ. കൊറാസിൻ. ബി. കഫർനാം. സി. ബെത്സയിദ. ഉത്തരം കഫർനാം. നിങ്ങളുടെ വാക്കു കേൾക്കുന്നവൻ എൻ്റെ വാക്കു കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ് ഇത്? എ. ലൂക്ക 10:16. ബി. ലൂക്ക 9:17. സി. ലൂക്ക 9:18. ഉത്തരം ലൂക്ക 10:16. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് ഏതാണ്? എ. 72 പേർ മടങ്ങിയെത്തുന്നു. ബി. അനുതപിക്കാത്ത നഗരങ്ങൾ. സി. യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു. ഉത്തരം അനുതപിക്കാത്ത നഗരങ്ങൾ. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി തനിക്ക് മുമ്പേ യേശു അയച്ച 72 പേർ തിരിച്ചു വന്ന് എപ്രകാരമാണ്? എ. പരാതിപ്പെട്ടുകൊണ്ട്. ബി. സന്തോഷത്തോടെ. സി. വിലപിച്ചുകൊണ്ട്. ഉത്തരം സന്തോഷത്തോടെ. ആരാണ് സന്തോഷത്തോടെ തിരിച്ചു വന്നത്? എ. ജനക്കൂട്ടം. ബി. 72 പേർ. സി. അപ്പോസ്തലന്മാർ. ഉത്തരം 72 പേർ. ആരാണ് ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്നും നിപതിക്കുന്നത് യേശു കണ്ടത്? എ. മാലാഖമാർ. ബി. അശുദ്ധാത്മാക്കൾ. സി. സാത്താൻ. ഉത്തരം സാത്താൻ. സാത്താൻ സ്വർഗത്തിൽ നിന്നും എങ്ങനെ നിപതിക്കുന്നു എന്നാണ് യേശു കണ്ടത്? എ. മിന്നൽ പിണർ പോലെ. ബി. ഇടിമിന്നൽ പോലെ. സി. ആർത്തലറി വിളിച്ച്. ഉത്തരം ഇടിമിന്നൽ പോലെ. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ എന്തു ചെയ്യേണ്ട എന്നാണ് യേശു പറയുന്നത്? എ. സന്തോഷിക്കേണ്ട. ബി. അഭിമാനിക്കേണ്ട. സി. കരയേണ്ട. ഉത്തരം സന്തോഷിക്കേണ്ട. പിശാചുക്കൾ കീഴടങ്ങുന്നു എന്നതിൽ സന്തോഷിക്കേണ്ട എന്ന സുവിശേഷ പ്രഘോഷകരെ ഉപദേശിക്കുന്ന യേശു മറിച്ച് സന്തോഷിക്കേണ്ടത്
എന്തിലെന്നാണ് വ്യക്തമാക്കുന്നത്? എ. സ്വർഗത്തിൽ അവർ ആയിരിക്കുമ്പോൾ. ബി. സ്വർഗത്തിൽ അവരുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. സി. ദൈവരാജ്യ പ്രഘോഷണം നടത്തുമ്പോൾ. ഉത്തരം: സ്വർഗത്തിൽ അവരുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. ആരിൽ ആനന്ദിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം. എ. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ബി. പിതാവായ ദൈവത്തിൽ ആനന്ദിച്ച്. സി. ആത്മാവിൽ ആനന്ദിച്ച്. ഉത്തരം: പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടവ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവ് വെളിപ്പെടുത്തിയത് ആർക്കായിരുന്നു? എ. ശിഷ്യന്മാർക്ക്. ബി. ശിശുക്കൾക്ക്. സി. ബുദ്ധിമാന്മാർക്ക്. ഉത്തരം: ശിശുക്കൾക്ക്. എല്ലാ കാര്യങ്ങളും പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെ എന്നാണ് കർത്താവ് യേശു വ്യക്തമാക്കുന്നത്? എ. പുത്രനെ. ബി. പരിശുദ്ധാത്മാവിനെ. സി. ശിഷ്യന്മാരെ. ഉത്തരം: പുത്രനെ. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതുല്യത ലൂക്ക രേഖപ്പെടുത്തുന്ന അധ്യായവും വാക്യവും ഏത്? എ. ലൂക്ക 10:22. ബി. ലൂക്ക 10:23. സി. ലൂക്ക 10:20. ഉത്തരം: ലൂക്ക 10:22. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യം ഉള്ളത് എന്ന് യേശു ആരുടെ നേരെ തിരിഞ്ഞാണ് പറയുന്നത്? എ. ശിഷ്യന്മാരുടെ നേരെ. ബി. ജനങ്ങളുടെ നേരെ. സി. ശിശുക്കളുടെ നേരെ. ഉത്തരം: ശിഷ്യന്മാരുടെ നേരെ. നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല എന്ന് ആരെക്കുറിച്ചാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? എ. അനേകം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും. ബി. നിയമജ്ഞരെ. സി. ജനങ്ങളെ. ഉത്തരം: അനേകം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഉപമ ഏത്? എ. കാണാതായ കുഞ്ഞാടിൻ്റെ ഉപമ. ബി. നല്ല സമരയക്കാരൻ്റെ ഉപമ. സി. കാണാതായ നാണയത്തിൻ്റെ ഉപമ. ഉത്തരം: നല്ല സമരയക്കാരൻ്റെ ഉപമ. ലൂക്കാ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ യേശുവിനെ പരീക്ഷിക്കാൻ ചോദ്യം ചോദിച്ചത് ആര്? എ. ഒരു നിയമജ്ഞൻ. ബി. ഒരു ഫരിസേയൻ. സി. ജനങ്ങൾ. ഉത്തരം: ഒരു നിയമജ്ഞൻ. ഗുരു എന്ന അഭിസംബോധനയോടെ യേശുവിനെ പരീക്ഷിക്കുവാൻ നിയമജ്ഞൻ ഉന്നയിച്ച ചോദ്യം എന്തായിരുന്നു? എ. പരിപൂർണനാകാൻ ഞാൻ എന്തു ചെയ്യണം? ബി. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? സി. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഉത്തരം: നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നല്ല സമരയക്കാരൻ്റെ ഉപമയിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 12. ബി. 13. സി. 14. ഉത്തരം: 13. നല്ല അയൽക്കാരനായി യേശു ചിത്രീകരിക്കുന്നത് ആരെയാണ്? എ. നല്ല സ്നേഹിതൻ. ബി. നല്ല സമരയക്കാരൻ. സി. ആപത്തിൽ പങ്കുചേരുന്നവൻ. ഉത്തരം: നല്ല സമരയക്കാരൻ. തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് നിയമജ്ഞൻ ഉന്നയിക്കുന്ന ചോദ്യം. എ. ആരാണ് എൻ്റെ സ്നേഹിതൻ? ബി. ആരാണ് എൻ്റെ അയൽക്കാരൻ? സി. ആരാണ് എൻ്റെ സ്നേഹിതൻ? ഉത്തരം: ആരാണ് എൻ്റെ അയൽക്കാരൻ? നല്ല സമരയക്കാരൻ്റെ ഉപമയിൽ ഒരുവൻ എവിടെ നിന്നും എവിടേക്ക് പോകുകയായിരുന്നു എന്നാണ് യേശു പറയുക? എ. ജെറുസലേമിൽ നിന്നും കഫർനാമിലേക്ക്. ബി. ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക്. സി. ജെറുസലേമിൽ നിന്നും സമരിയായിലേക്ക്. ഉത്തരം: ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക്. നല്ല സമരയക്കാരൻ്റെ ഉപമയിൽ ഒരുവൻ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോകുമ്പോൾ ആരുടെ കയ്യിലാണ് അകപ്പെട്ടത്? എ. കൊള്ളക്കാരുടെ. ബി. കള്ളന്മാരുടെ. സി. കവർച്ചക്കാരുടെ. ഉത്തരം: കവർച്ചക്കാരുടെ.
ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്കുള്ള യാത്രാമധ്യേ കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ടവനെ കണ്ടിട്ട് മറുവശത്ത് കൂടി കടന്നുപോയത് ആര്? എ പുരോഹിതൻ, ബി നിയമജ്ഞൻ, സി സമരയക്കാരൻ. ഉത്തരം പുരോഹിതൻ. നല്ല സമരയക്കാരൻ്റെ ഉപമയിൽ പുരോഹിതനും ലേവായനും ശേഷം അർത്ഥപ്രാണനായി കിടന്നവനെ കണ്ടത് ആര്? എ സത്രം സൂക്ഷിപ്പുകാരൻ, ബി സമരയക്കാരൻ, സി കവർച്ചക്കാരൻ. ഉത്തരം സമരയക്കാരൻ. സമരയക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ എന്തു കൊടുത്തിട്ടാണ് താൻ പരിചരിച്ചവനെ നോക്കിക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടത്? എ 2 ധനാറ, ബി 3 ധനാറ, സി 4 ധനാറ. ഉത്തരം 2 ധനാറ. കവർച്ചക്കാരുടെ കയ്യിലകപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? ആര് ആരോട് ചോദിച്ചു? എ യേശു നിയമജ്ഞനോട്, ബി യേശു സമരയക്കാരനോട്, സി യേശു പുരോഹിതനോട്. ഉത്തരം യേശു നിയമജ്ഞനോട്. നല്ല സമരയക്കാരൻ്റെ ഉപമ ലൂക്കാ രേഖപ്പെടുത്തുന്ന അധ്യായവും വാക്യങ്ങളും. ലൂക്കാ 10-ാം അധ്യായം 25 മുതൽ 38 വരെ. ബി ലൂക്കാ 10-ാം അധ്യായം 16 മുതൽ 35 വരെ. സി ലൂക്കാ 10-ാം അധ്യായം 25 മുതൽ 37 വരെ. ഉത്തരം ലൂക്കാ 10-ാം അധ്യായം 25 മുതൽ 37 വരെ. നല്ല സമരയക്കാരൻ്റെ ഉപമയ്ക്ക് ശേഷം നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് യേശുനാഥൻ ആവശ്യപ്പെട്ടത് ആരോടാണ്? എ ലേവായനോട്, ബി നിയമജ്ഞനോട്, സി പുരോഹിതനോട്. ഉത്തരം നിയമജ്ഞനോട്. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ അവസാന തലക്കെട്ട് ഏതാണ്? എ 72 പേരെ അയക്കുന്നു, ബി 72 പേർ മടങ്ങിയെത്തുന്നു, സി മാർത്തായും മറിയവും. ഉത്തരം മാർത്തായും മറിയവും. ജെറുസലേമിലേക്ക് പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര്? എ മർത്ത, ബി മറിയം, സി ലാസർ. ഉത്തരം മർത്ത. മർത്തായുടെ സഹോദരിയായ മറിയം യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? എ കർത്താവിൻ്റെ വചനങ്ങൾ, ബി കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ, സി കർത്താവിൻ്റെ ഉപമകൾ. ഉത്തരം കർത്താവിൻ്റെ വചനങ്ങൾ. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തിയായിരുന്ന വ്യക്തിയായി ലൂക്കാ ചിത്രീകരിക്കുന്നത് ആരെയാണ്? എ മറിയത്തെ, ബി സമരയക്കാരി, സി മർത്ത. ഉത്തരം മർത്ത. തന്നെ സഹായിക്കാൻ ആരോട് നിർദ്ദേശിക്കണം എന്നാണ് മർത്ത യേശുവിനോട് അഭ്യർത്ഥിക്കുന്നത്? എ ലാസറിനോട്, ബി മറിയത്തോട്, സി അയൽക്കാരനോട്. ഉത്തരം മറിയത്തോട്. നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായി യേശു പ്രശംസിക്കുന്നത് ആരെയാണ്? എ ശിഷ്യന്മാരെ, ബി മറിയത്തെ, സി മർത്തായെ. ഉത്തരം മറിയത്തെ. ലൂക്കാ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ നിത്യജീവൻ എന്ന വാക്ക് എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? എ 1 തവണ, ബി 2 തവണ, സി 3 തവണ. ഉത്തരം 1 തവണ.